നമ്മളുടെ വീട്ടിലൊക്കെ വലിയൊരു ഐസ്ക്രീമിന്റെ ടിന്ന് വാങ്ങിയാല് ടീനേജേഴ്സ് ഉണ്ടെങ്കില് അവര് ചിലപ്പോ അത് മുഴുവൻ എടുത്ത് കഴിക്കും ല്ലേ? നമുക്ക് ബാക്കി വെക്കില്ല. അല്ലെ ബാക്കിയുള്ളവർക്ക് ബാക്കി വെക്കില്ല. അപ്പൊ അവരോട് നമ്മള് ദേഷ്യപ്പെടും അല്ലേ? സ്വാഭാവികമായിട്ടും ദേഷ്യപ്പെടും. "നിനക്കെന്താ മറ്റുള്ളവരെ കുറിച്ചൊന്നും ചിന്തയില്ലേ?" എന്നൊക്കെ ചോദിക്കും. അപ്പൊ അവര് അപ്പോഴാണ് അവരുടെ തലച്ചോറ് ചിന്തിക്കുന്നെ, ഇവർക്ക് ഇങ്ങനത്തെ ഫീലിംഗ്സ് ഒക്കെ ഉണ്ടോന്നുള്ള കാര്യം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ എമ്പതി, സഹാനുഭൂതി എന്ന് പറഞ്ഞ ആ സോഫ്റ്റ്‌വെയർ തലയിൽ ഇൻസ്റ്റാൾ ചെയ്ത് വരുന്നേ ഉള്ളൂ. നമുക്കത് മനസ്സിലാവില്ല. നമ്മള് വിചാരിക്കും എന്താണ് ഇവന് ആരോടും ഒരു സ്നേഹവും ഇല്ല, ഭയങ്കര റൂഡാണ്, ഒട്ടും എമ്പതി ഇല്ലാത്ത ഒരുത്തൻ എന്നാണ് നമ്മള് വിചാരിക്കുന്നത്. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവനത് അറിഞ്ഞു വരുന്നേ ഉള്ളൂ. ഗ്രാജ്വലി അത് വരും. ഇപ്പൊ നമ്മളിപ്പോ ഒരു കോമൺ എക്സാമ്പിൾ പറയാം. ഇപ്പൊ നമ്മള് അവന്റെ അടുത്ത് പറയാണ് ഗ്രാൻഡ് പാരന്റ്സിനെ, അമ്മൂമ്മേനെ പോയിട്ടൊക്കെ കാണാൻ പറയണേ. ഉടുത്തപടി അവൻ ചോദിക്കും അല്ലേ? "എന്തിനാ പോയി കാണുന്നേ? ഞാനിപ്പോ എന്തിനാ അമ്മൂമ്മേനെ പോയി കാണുന്നേ?" അപ്പൊ നമുക്ക് ദേഷ്യം വരും. അപ്പൊ നമ്മള് ചീത്ത പറയാണ് ചെയ്യാ. ആ സമയത്ത് അവനൊന്ന് പോസ് ചെയ്തിട്ട് അവന് ചിന്തിക്കാൻ ഒരു അവസരം കൊടുക്കുക. അമ്മമ്മ ഒറ്റയ്ക്കാണ്, അല്ലെങ്കില് പേരക്കുട്ടികളെ കാണാൻ ആഗ്രഹം ഉണ്ടാവും. ഇവരെ കാണുമ്പോ സന്തോഷം ഉണ്ടാവും എന്ന ഒരു ഫീലിംഗ് അവന് മനസ്സിലായിക്കോളും. പക്ഷെ നമ്മളത് അടിച്ചേൽപ്പിക്കാൻ പാടില്ല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ഇവര് എമ്പതി കാണിക്കും, സഹാനുഭൂതി കാണിക്കുന്നുണ്ടാവും ട്ടോ. അപ്പൊ ആ സമയത്ത് നമ്മള് നന്നായിട്ട് ഇവരെ അഭിനന്ദിക്കണം. നന്നായിട്ട് പ്രൈസ് ചെയ്യണം. അപ്പോ ഇത് റീവയർ ചെയ്ത് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് വരാൻ കുറച്ച് സമയമെടുക്കും. അവര് സെൽഫിഷ് ആണ്, അവര് സ്വാർത്ഥനാണെന്ന് ഇവരെ കുറ്റപ്പെടുത്താതെ അതൊന്ന് കുറച്ചു കാലം ഒന്നിങ്ങനെ സഹിക്കുക. കുറെയൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റൂ. നമ്മള് വെയിറ്റ് ചെയ്യാൻ തന്നെ വേണം. ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ നമ്മളെപ്പോഴും കുറ്റപ്പെടുത്തും. അവര് സെൽഫിഷ് ആണ്, അവർക്ക് മറ്റാരെക്കുറിച്ചൊരു ചിന്തയില്ലാന്നൊക്കെ. സത്യം പറഞ്ഞാ അങ്ങനെയല്ല. അവര് കുറച്ച് കഴിയുമ്പോ ശരിയാവും. അത് നമ്മളെ പാൽപ്പല്ല് പോകുന്ന പോലെ ഇതൊരു ഡെവലപ്മെന്റൽ സ്റ്റേജാണ്.